ഹായ്, എൻ്റെ പേര് ലിയാന. ഞാൻ അരീക്കോട് തന്നെയാണ് എൻ്റെ വീട് വരുന്നത്. ഞാനിപ്പം ഇൻ്റർവെല്ലിൽ ക്ലാസ് റൂം ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലയൻറ്റ് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവെല്ലുമായിട്ടുള്ള എൻ്റെ ഒരു ജേർണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ആദ്യം ട്യൂട്ടറായിട്ടായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്യൂട്ടറിലേക്ക് ഞാൻ ജോയിൻ ചെയ്യാനുണ്ടായിരുന്നത്, ഞാൻ ബേസിക്കലി ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കരിയർ ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നു. മോള് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴായിരുന്നു ആ കരിയർ ബ്രേക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ ഫൗണ്ടേഴ്സിൽ ഒരായിട്ടുള്ള സനാഫർ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പം ആൾ ത്രൂ എനിക്ക് ഇൻ്റർവെല്ലിനെ വളരെ സ്റ്റാർട്ടിങ് മുതലേ തന്നെ അറിയായിരുന്നു. അപ്പം ഈ ഒരു കരിയർ ബ്രേക്ക് വന്നപ്പം പുറത്ത് പോയി വർക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇൻ്റർവെല്ലിൽ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ. പക്ഷേ IT എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓൺലൈൻ വർക്ക് ഫ്രം ഹോം ആണ്, ഓൺലൈൻ ട്യൂട്ടറിങ് ആണ്, അതിൽ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പം ഞാൻ ഇതിൽ തന്നെ എന്ത് ചെയ്യും, ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യാം എന്നാണ് ഡിസൈഡ് ചെയ്യുകയും അങ്ങനെ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കരിയർ ബ്രേക്ക് വന്നത് തന്നെ ഒരു ബേബി ഉണ്ടായ സമയത്തായിരുന്നു. അപ്പം ആളെ വിട്ടിട്ട് പുറത്ത് പോയി വർക്ക് ചെയ്യുക കാര്യങ്ങളൊന്നും പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ അത് ഓഫ്ലൈൻ ട്യൂഷനിലാണെങ്കിൽ കാര്യത്തിലാണെങ്കിൽ എനിക്ക് പോസിബിൾ ആയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ട്യൂട്ടറിങ് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ടീച്ചിങ് എൻ്റെ ഒരു പാഷൻ കൂടി ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സംരംഭം കൂടി ആയപ്പം ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിൽ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തിരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി തന്നെയായിരുന്നു, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മളും ഒരു കുട്ടിയും മാത്രമായിട്ട് ഒരു ക്ലാസ്സിൽ അതും ഓൺലൈനായിട്ട് അതൊക്കെ എങ്ങനെ വരും, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് ഭയങ്കര ഒരു എന്തൂസിയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓൺലൈൻ ട്യൂട്ടറിങ് സെലക്ട് ചെയ്തതും ഇൻ്റർവെല്ലിനെ തന്നെ ചൂസ് ചെയ്തത്. ഓക്കെ, എൻ്റെ ട്യൂട്ടറിങ് ജേർണിയിലെ ഒരു മെമ്മറബിൾ മൊമെൻ്റ് എന്ന് പറയാനുള്ളത് എൻ്റെ ഫസ്റ്റത്തെ സ്റ്റുഡൻറ്റിനെ കുറിച്ചിട്ട് തന്നെയായിരിക്കും. കാരണം എനിക്ക് വളരെ കുറച്ച് നാൾ മാത്രമേ ട്യൂട്ടറിങ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് വന്നിരുന്ന ആ സ്റ്റുഡൻറ്റിന് ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ആൾക്ക് എന്നെ തന്നെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. പോരാതെ തന്നെ ആൾ കുറച്ചധികം ഇൻട്രോവേർട്ടായിരുന്നു. അപ്പം കുറച്ച് 3-4 സെഷൻസും കാര്യങ്ങളൊക്കെ കഴിയേണ്ടി വന്നു എനിക്ക് ആളായിട്ടൊന്ന് കുറച്ച് റാപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ക്ലാസ്സസൊക്കെ നല്ലൊരു വൈബിൽ ഞങ്ങൾക്ക് മൂവ് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പോകെ കുട്ടി ആൾ നല്ല ഫ്രണ്ട്ലി ആയി. പിന്നെ അല്ലാത്ത സമയത്തൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും, ആളുടെ ഓരോ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ പാരൻറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ എനിക്കൊരു ഫീഡ്ബാക്ക് വന്നു. കാരണം ആദ്യമായിട്ടാണ് ആൾ പുറത്തൊരാളോട് ഇത്രയും ഫ്രീ ആയിട്ട് മോള് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് ആസ് ഒരു ട്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ മെൻറ്ററായിട്ടോ ഒക്കെ നോക്കുമ്പം എനിക്കത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതായിരിക്കും എൻ്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി എനിക്ക് ഓൺലൈൻ ജോബിനേക്കാളും കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുക ഓഫ്ലൈൻ ജോബാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ജോബുകൾക്ക് പോകാൻ പറ്റാത്തതായതുകൊണ്ടായിരുന്നു ഞാൻ അന്ന് ഓൺലൈൻ ജോബ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ട്യൂട്ടറിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു CRO വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ നാട് അരീക്കോട് തന്നെയാണ്. അപ്പം എനിക്ക് പോയി വരാനും എല്ലാം ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ CRO പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി. ഇപ്പോൾ കറൻ്റ്ലി ഞാനൊരു 6 months ആയിട്ട് ഇവിടെ ക്ലയൻറ്റ് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലിയും അതേപോലെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു വർക്ക് കൾച്ചറാണ് ഇവിടെ ഉള്ളത്. കാരണം ഞാൻ ഇതിന് മുമ്പും വേറെ കമ്പനീസിലും കാര്യത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അവിടുത്തെ ആ കമ്പനീസിനെ വെച്ച് ഇവിടെ റിലേറ്റ് ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നമ്മൾ റിലാക്സ്ഡ് ആയിട്ടും അതേപോലെ നമുക്ക് ഗൈഡൻസ് തരാനും അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനത്തെ ഒരു വർക്ക് കൾച്ചറാണ് ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരോടും അതേപോലെ അല്ലെങ്കിൽ കരിയർ സ്വിച്ചോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട്, ഇൻ്റർവെൽ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും എനിക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മളുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്കൊരു പ്രോപ്പർ കരിയർ ബിൽഡ് ചെയ്യാനും എന്തുകൊണ്ടും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർവെൽ ലേണിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഒരു കരിയറിനെ ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാനൊക്കെ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇൻ്റർവെൽ ലേണിംഗ് എന്ന് പറയുന്നത്. Thank you, Interval Learning, for giving me this opportunity.